നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഭരണഘടനാ ചർച്ചയിൽ ബിജെപിയെ കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി. ഭരണഘടനയിൽ ഇന്ത്യയെ സംബന്ധിക്കുന്ന ഒന്നുമില്ലെന്ന് സവർക്കർ ആരോപിക്കുന്നു. ബിജെപി ഭരണഘടനയെ സംരക്ഷിക്കുമെന്ന് പറയുമ്പോൾ സവർക്കറെ തള്ളിപ്പറയുകയാണെന്ന് പരിഹാസം. രാഹുൽ ഗാന്ധിക്ക് ഭരണഘടനയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് മറുപടിയുമായി കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ. പ്രതിപക്ഷത്തിനെതിരെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണമില്ല എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടുന്ന കാര്യം. ആളുകൾ സംരക്ഷണം തേടിയെത്തിയ ആദ്യ രാജ്യം ഇന്ത്യയാണ്. പിന്നെ എന്തിനാണ് ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണമില്ല എന്ന് പറയുന്നതെന്ന് കേന്ദ്രമന്ത്രി. ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനത്തിന് പണം ചോദിച്ച കേന്ദ്രത്തിന്റെ നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് കേരളം. കേന്ദ്രം പണം ആവശ്യപ്പെട്ടത് കോടതിയെ ബോധ്യപ്പെടുത്തും. ദുരന്ത മേഖലയിൽ നൽകേണ്ട പണം നൽകാതെയാണ് ചെയ്ത സഹായത്തിന് പണം ചോദിക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേന്ദ്രത്തിന് മറുപടി കത്ത് നൽകുമെന്നും മന്ത്രി. വയനാട് പുനരധിവാസം ഉയർത്തി പാർലമെന്റിന് പുറത്ത് കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ പ്രതിഷേധം. കേരളം ഇന്ത്യയിലാണെന്ന മുദ്രാവാക്യം മുഴക്കിയായിരുന്നു പ്രതിഷേധം നടന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് എംപിമാർ പ്രതിഷേധിച്ചത്. കേരളത്തിലെ ജനങ്ങളെ കേന്ദ്രം വഞ്ചിക്കുന്നെന്ന് പ്രിയങ്ക ഗാന്ധി. തിരുവനന്തപുരത്ത് ബാറിൽ ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടി. തലസ്ഥാനത്തെ ഡാൻസ് ബാറിലാണ് സംഘർഷമുണ്ടായത്. ഗുണ്ടാ നേതാവ് ഓം പ്രകാശിന് മർദ്ദനമേറ്റതായി സൂചന. ഓം പ്രകാശിന്റെ സംഘവും എയർപോർട്ട് സാജന്റെ സംഘവുമാണ് ഏറ്റുമുട്ടിയത്. മദ്യപിച്ച് ഗുണ്ടകൾക്ക് മുന്നിൽ തമ്മിലടിച്ച സിഐമാർക്കെതിരെ നടപടി ഉണ്ടാകും. ന്യൂസ് 18 വാർത്തയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്പെഷ്യൽ ബ്രാഞ്ചിന് നിർദ്ദേശം നൽകി. ഈ മാസം 4-നാണ് പേരൂർക്കടയിലെ ഹോട്ടലിൽ സർക്കിൾ ഇൻസ്പെക്ടർമാർ തമ്മിലടിച്ചത്. തലസ്ഥാനത്തെ കുപ്രസിദ്ധ ഗുണ്ടകൾക്കൊപ്പമായിരുന്നു ഉദ്യോഗസ്ഥരുടെ മദ്യപാനവും തമ്മിലടി. തിരുവനന്തപുരം വർക്കലയിൽ 16-കാരന് ഇരുചക്രവാഹനം ഓടിക്കാൻ നൽകിയ അമ്മയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. പാളയംകുന്ന് പോസ്റ്റ് ഓഫീസ് ജീവനക്കാരിക്കെതിരെയാണ് കേസ്. വാഹന പരിശോധനയ്ക്കിടെയാണ് കുട്ടി വാഹനം ഓടിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പാലക്കാട് പനയമ്പാടത്തെ അപകട സ്ഥലം സന്ദർശിച്ച് മന്ത്രി KB ഗണേഷ് കുമാർ. കാർ ഓടിച്ചായിരുന്നു മന്ത്രി സ്ഥലത്ത് പരിശോധന നടത്തിയത്. മന്ത്രിയോട് നാട്ടുകാർ ആശങ്ക പങ്കുവച്ചു. പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. പാലക്കാട് പനയമ്പാടത്ത് കോൺഗ്രസ് പ്രതിഷേധം. റോഡ് നിർമ്മാണത്തിലെ അപാകത ഉടൻ പരിഹരിക്കണമെന്നാണ് ആവശ്യം. DCC പ്രസിഡന്റ് A തങ്കപ്പൻ സമരം ഉദ്ഘാടനം ചെയ്തു. അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ച് ശുചീകരണ തൊഴിലാളിക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസിനെതിരെ കുടുംബം. പ്രതിയെ പോലീസ് സംരക്ഷിക്കുന്നെന്ന് പരാതി. ഇടപ്പള്ളി ചങ്ങമ്പുഴ സ്വദേശിനി നിഷയെയാണ് കാർ ഇടിച്ചത്. കലൂർ ഇളമക്കരയിൽ ഡിസംബർ 7-നാണ് അപകടം നടന്നത്. ഡ്രൈവറെ വിളിച്ചു വരുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചെന്നാണ് പരാതി. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ യുവതിക്ക് മരുന്നുമാറി നൽകി. കളമശ്ശേരി സ്വദേശി അനാമികയ്ക്കാണ് മരുന്നുമാറി നൽകിയത്. ഡോക്ടർക്കും എക്സ്റേ വിഭാഗത്തിനുമെതിരെ പോലീസിന് പരാതി നൽകി. നടുവേദനയ്ക്കും കാലുവേദനയ്ക്കുമാണ് യുവതി ചികിത്സ തേടിയത്. വീട്ടിൽ ചെന്ന് എക്സ്റേ റിപ്പോർട്ട് പരിശോധിച്ചപ്പോഴാണ് തന്റെ എക്സ്റേ റിപ്പോർട്ട് അല്ല എന്ന് മനസ്സിലായത്. കൊടകര കുഴൽപ്പണക്കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അനുമതി. തിങ്കളാഴ്ച കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് രഹസ്യമൊഴി രേഖപ്പെടുത്തും. രഹസ്യമൊഴി രേഖപ്പെടുത്താൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള നോട്ടീസ് തിരൂർ സതീഷിന് ലഭിച്ചു. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ യൂട്യൂബ് വഴി ചോർന്നതിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പോലീസിന് പരാതി നൽകും. SSLC ഇംഗ്ലീഷ് +1 കണക്ക് പരീക്ഷകളുടെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് മുമ്പ് യൂട്യൂബ് ചാനലിൽ അടക്കം വന്നത്. അതേസമയം ചോദ്യപേപ്പർ ചോർന്നെന്ന് സ്ഥിരീകരിച്ച വിദ്യാഭ്യാസ മന്ത്രി. ചോദ്യമിടുന്നവരും വിതരണം ചെയ്യുന്നവരും അറിയാതെ ചോർച്ച ഉണ്ടാവില്ലെന്ന് B ശിവൻകുട്ടി. ചോദ്യങ്ങൾ വന്ന യൂട്യൂബ് ചാനലുകൾക്കെതിരെ കർശന നടപടിയുണ്ടാകും. തുടർ നടപടികൾ സ്വീകരിക്കാൻ മന്ത്രിയുടെ അധ്യക്ഷതയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉന്നതതല യോഗം നാളെ.
CPM-മായി തെറ്റിയ നിലമ്പൂർ MLA PV അൻവർ കോൺഗ്രസിലേക്ക്. രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാന നേതൃത്വം അറിയാതെയാണ് നീക്കം. BJP-യിൽ പോയ CPM മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിക്കെതിരെ പോലീസിൽ പരാതി നൽകാൻ CPM. 4,80,000 രൂപ മധു തിരിച്ചടയ്ക്കാനുണ്ട്. ലോക്കൽ സെക്രട്ടറിമാർ പിരിച്ചെടുത്ത് നൽകിയ പണമാണിത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകുമെന്ന് ജില്ലാ സെക്രട്ടറി ബി ജോയ്. ഉമർ ഫൈസിക്ക് മറുപടിയുമായി വീണ്ടും ബഹാവുദ്ദീൻ നദ്വി. മുഷാവറയിൽ നിന്ന് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോകാൻ കാരണം ഉമർ ഫൈസി എന്ന് ബഹാവുദ്ദീൻ നദ്വി ആവർത്തിച്ചു. ഫേസ്ബുക്കിലൂടെയാണ് ബഹാവുദ്ദീൻ നദ്വിയുടെ പ്രതികരണം. ഖാസി ഫൗണ്ടേഷനെ അല്ലെങ്കിൽ ആരെ ഉദ്ദേശിച്ചാണ് ഇടവണ്ണപ്പാറയിൽ സംസാരിച്ചതെന്ന് ഉമർ ഫൈസി വ്യക്തമാക്കണമെന്നും നദ്വി. തൃശൂർ പൂരം കലക്കിയെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് VS സുനിൽകുമാർ. പൂരം കലക്കുന്നതിൽ ഗൂഢാലോചനയുണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചകൾ ഉണ്ടായെന്നും സുനിൽകുമാർ. അന്വേഷണ സംഘം സുനിൽകുമാറിന്റെ മൊഴിയെടുത്തു. തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ജനങ്ങളാണ് യജമാനന്മാർ എന്ന് പോലീസുകാരെ ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി. സ്റ്റേഷനിൽ എത്തുന്നവരോട് നല്ല രീതിയിൽ പെരുമാറണം. തെറ്റായ വഴിക്ക് ചലിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് എതിരെ ഇനിയും കർശന നടപടി സ്വീകരിക്കും. തൃശൂർ പോലീസ് അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മലബാറിൽ അതിവേഗം പ്രചരിക്കുന്ന വ്യായാമ രീതിയായ MEC7 ചൊല്ലി വിവാദം. മുസ്ലിം മത സംഘടനകൾക്ക് പുറമെ CPM-ഉം MEC7-നെതിരെ രംഗത്ത്. MEC7 പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നും സുന്നി വിശ്വാസികൾ ഇതിൽ പെട്ടുപോകരുതെന്നുമാണ് സമസ്ത AP വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. MEC7 വാട്സാപ്പ് കൂട്ടായ്മയുടെ അഡ്മിന് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടെന്ന് CPM സമ്മേളനത്തിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹൻ. MEC7-നെതിരായ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് സംഘാടകരുടെ വിശദീകരണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരും MEC7-ന്റെ ഭാഗമാണെന്നും സംഘാടകർ. 21 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വ്യായാമ രീതിയാണ് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ അഥവാ MEC7. അതിർത്തി രക്ഷാസേനയിൽ ഉദ്യോഗസ്ഥനായ സുലാഹുദ്ദീനാണ് സ്ഥാപകൻ. 2012 ആദ്യം സെഷൻ സംഘടിപ്പിച്ച MEC7-ന് ഇന്ന് 100-ലധികം യൂണിറ്റുകളുണ്ട്. പുഷ്പ 2 സിനിമയുടെ റിലീസിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ റിമാൻഡിലായ അല്ലു അർജുൻ ജയിൽ മോചിതനായി. ഒരു രാത്രിയിലെ ജയിൽവാസത്തിന് ഒടുവിലാണ് താരം പുറത്തിറങ്ങുന്നത്. ജയിലിന് മുന്നിൽ ആരാധകർ തടിച്ചുകൂടിയതിനാൽ പിന്നിലെ ഗേറ്റ് വഴിയാണ് അല്ലു പുറത്തിറങ്ങിയത്. അതേസമയം നിയമത്തിൽ വിശ്വാസമുണ്ടെന്ന് അല്ലു അർജുൻ. പിന്തുണച്ച എല്ലാവർക്കും നന്ദിയെന്നും ജയിൽ മോചിതനായ ശേഷം അല്ലു അർജുൻ പ്രതികരിച്ചു. തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച യുവതിയുടെ കുടുംബത്തെ എല്ലാവിധത്തിലും സഹായിക്കുമെന്നും താരം. അല്ലു അർജുന്റെ അറസ്റ്റിൽ രാഷ്ട്രീയ വിവാദം മുറുകുന്നു. BRS-നും BJP-ക്കും പുറമെ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയും രംഗത്തെത്തി. അറസ്റ്റിനെ ന്യായീകരിച്ച തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നിയമത്തിന് മുന്നിൽ സെലിബ്രിറ്റി എന്ന വ്യത്യാസം ഇല്ലെന്ന് പ്രതികരിച്ചു. തമിഴക വെട്രിക്കഴകം നേതാവും തമിഴ് സൂപ്പർ താരവുമായ വിജയ്ക്കെതിരെ സൈബർ ആക്രമണം. വിജയുടെ ഭാര്യയുടെ പേരിൽ ജസ്റ്റിസ് ഫോർ സംഗീത ഹാഷ്ടാഗ് വഴിയാണ് സൈബർ ആക്രമണം നടക്കുന്നത്. കീർത്തി സുരേഷിന്റെ വിവാഹ ചടങ്ങിൽ വിജയും നടി തൃഷയും ഒന്നിച്ചെത്തിയതാണ് കാരണം. സംസ്ഥാനം കടുത്ത പ്രളയത്തിലൂടെ കടന്നു പോകുമ്പോൾ താരം വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന തിരക്കിലാണെന്ന് DMK-യുടെ വിമർശനം. തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് പിൻവലിച്ചു. തെന്മലയിൽ മഴ ശക്തം. ഡാമിലെ ജലനിരപ്പ് 113 മീറ്ററായി ഉയർന്നു. 115.82 മീറ്ററാണ് ഡാമിന്റെ ആകെ സംഭരണ ശേഷി. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഡാമിന്റെ 3 ഷട്ടറുകൾ 60 സെന്റിമീറ്റർ വീതം തുറക്കും. പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ നദിയുടെ കരയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി അധികൃതർ. നദിയിൽ ജലനിരപ്പ് അപകടകരമായി തുടരുന്നു. നദിയിൽ ഇറങ്ങാനോ നദി മുറിച്ച് കടക്കാനോ പാടില്ല. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാണ്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മഴ ശക്തം. കല്ലടയാറിന്റെ തീരഭാഗം ഇടിഞ്ഞു.
ചെറുപൊയ്കയിലെ ഇരുൾമല മണമേൽക്കടവ് ഭാഗത്താണ് ഇടിഞ്ഞത്. വലിയ മരങ്ങൾ ഉൾപ്പെടെ താഴേക്ക് പതിക്കുന്ന സ്ഥിതിയാണ്. അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കല്ലടയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. തമിഴ്നാട്ടിൽ ശക്തമായ മഴയിൽ 4 മരണം. കനത്ത മഴയിൽ കെട്ടിടം തകർന്ന് അരിയാലൂർ, രാമനാഥപുരം ജില്ലകളിലാണ് 2 പേർ മരിച്ചത്. ശിവഗംഗ, റാണിപ്പേട്ട് ജില്ലകളിൽ 2 പേർ ഷോക്കേറ്റ് മരിച്ചു. 50 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. 400 വീടുകൾ തകർന്നു. തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. കൊച്ചിയിൽ മംഗളവനത്തിന്റെ കമ്പിവേലിയിൽ കുരുങ്ങിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം തമിഴ്നാട് സ്വദേശിയുടേത്. സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തി. ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിച്ചപ്പോൾ കമ്പി കുത്തിക്കയറിയതാകാം മരണമെന്നാണ് പോലീസ് പറയുന്നത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ ട്രാവലറും ബുള്ളറ്റും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. ആയവന സ്വദേശി സെബിൻ ജോയിയാണ് മരിച്ചത്. ആനിക്കാട് മാവിൻചുവടിൽ പുലർച്ചെ 1:30യോടെയാണ് അപകടം. മൂവാറ്റുപുഴയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ മാനേജറാണ് മരിച്ച സെബിൻ. തമിഴ്നാട് കോയമ്പത്തൂർ മധുകരയിലുണ്ടായ അപകടത്തിൽ മരിച്ച പത്തനംതിട്ട ഇരവിപേരൂർ സ്വദേശികളുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. ജേക്കബ്, ഭാര്യ ഷീബ, കൊച്ചുമകൻ 2 മാസം പ്രായമുള്ള ആരോൺ എന്നിവരുടെ മൃതദേഹം തിരുവല്ല പുഷ്പഗിരി ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വിദേശത്തുള്ള ആരോണിന്റെ പിതാവ് നാട്ടിലെത്തിയ ശേഷമായിരിക്കും സംസ്കാരം. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ആരോണിന്റെ അമ്മ അലീനയെ കോവൈ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ശബരിമലയിൽ ഭക്തൻ കുഴഞ്ഞു വീണു മരിച്ചു. തൃശൂർ ചിയാരം സ്വദേശി രാജൻ CM ആണ് മരിച്ചത്. മല കയറുമ്പോൾ അപ്പാച്ചിമേട്ടിൽ വെച്ച് ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്നായിരുന്നു അന്ത്യം. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. വൈകുന്നേരം 4 മണിവരെ 56,709 തീർത്ഥാടകർ ദർശനം നടത്തി. ഇന്നലെ 83,520 തീർത്ഥാടകരാണ് ശബരിമലയിൽ എത്തിയത്. മഴയ്ക്ക് കുറവ് വന്നതോടെ കാനനപാത വഴി ഇന്ന് തീർത്ഥാടകരെ കയറ്റിവിട്ടു. ദേശീയ വാർത്ത. മുൻ കേന്ദ്രമന്ത്രി EVKS ഇളങ്കോവൻ അന്തരിച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവായ ഇളങ്കോവൻ മൻമോഹൻ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. ഈറോഡ് ഈസ്റ്റ് MLA ആണ്. PCC പ്രസിഡന്റുമായി. പോലീസ് നടപടിയെ തുടർന്ന് ഡൽഹി ചലോ മാർച്ച് നിർത്തിവെച്ച് കർഷകർ. 17 കർഷകർക്ക് പരിക്കേറ്റതാണ് കാരണം. പോലീസ് നടപടിയെ ശക്തമായി അപലപിച്ച് കർഷക നേതാവ് സർവാൻ സിംഗ് പാന്തർ. ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ രാജ്യം കർഷകരെ ശാരീരികമായി നേരിട്ട് ലോകം കണ്ടെന്ന് പ്രതികരണം. കർഷക സമരം കുറച്ചു കാലത്തേക്ക് മാറ്റിവെക്കണമെന്ന് ഹരിയാന മന്ത്രി അനിൽ വിജ്. സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പിന്നോട്ടില്ലെന്ന് കർഷക സംഘടനകൾ. സമരത്തിന് പിന്തുണയുമായി കർണാൽ സന്ദർശിച്ച് കോൺഗ്രസ് നേതാവ് ബജ്രംഗ് പൂനിയ. കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുസമാധാനം നിലനിർത്തുന്നതിനായി അംബാല ജില്ലയിലെ 12 ഗ്രാമങ്ങളിൽ മൊബൈൽ ഇന്റർനെറ്റ്, ബൾക്ക് SMS സേവനങ്ങൾ നിർത്തിവെച്ചു. ഉത്തരവ് ഡിസംബർ 17 വരെ നിലനിൽക്കുമെന്ന് അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറി സുമിത മിശ്ര പുറത്തിറക്കിയ ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു. കർഷക സമരത്തിന്റെ ഭാഗമായി നിരാഹാരം അനുഷ്ഠിക്കുന്ന ജഗ്ജിത് സിംഗ് ദല്ലേവാളിന്റെ നില വഷളായി തുടരുകയാണ്. ശരീരത്തിൽ മഗ്നീഷ്യം, പൊട്ടാസ്യം, കാൽഷ്യം എന്നിവയുടെ കുറവുണ്ടെന്ന് ഡോക്ടർമാരുടെ സംഘം അറിയിച്ചു. അണുബാധയുണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിച്ചിട്ടുണ്ട്. ദല്ലേവാളിന് അടിയന്തര ചികിത്സ ആവശ്യമാണെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ല് തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കും. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. ബിൽ ചർച്ചയ്ക്കായി സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് റെഫർ ചെയ്യും. പ്രധാനമന്ത്രി വിളിച്ച ചീഫ് സെക്രട്ടറിമാരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ. പൊതു ബജറ്റിന് മുന്നോടിയായി സാമൂഹിക സാമ്പത്തിക വളർച്ചയ്ക്കുള്ള അജണ്ട തയ്യാറാക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാന ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലുണ്ട്. മഹാരാഷ്ട്ര മന്ത്രിസഭാ വികസനം ഇന്നുണ്ടായേക്കും. തിങ്കളാഴ്ച നിയമസഭയുടെ ശൈത്യകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് മന്ത്രിമാരെ പ്രഖ്യാപിക്കാനാണ് തീരുമാനം. ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ ഫട്നാവിസിന് ദേശീയ നേതൃത്വം അനുമതി നൽകി.
മുതിർന്ന BJP നേതാവ് LK അദ്വാനി ആശുപത്രിയിൽ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്വാനിയെ പ്രവേശിപ്പിച്ചത് അപ്പോളോ ആശുപത്രിയിൽ. ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ. നോക്കാം അന്താരാഷ്ട്ര വാർത്തകൾ. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുഗ്യോളിനെ ഇംപീച്ച് ചെയ്തു. ഇംപീച്ച്മെന്റ് പ്രമേയം പാർലമെന്റ് പാസാക്കി. 704 പേർ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ എതിർത്തത് 85 അംഗങ്ങൾ. പട്ടാള നിയമം പ്രഖ്യാപിച്ചതിനാണ് പ്രസിഡന്റിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവന്നത്. സിറിയയിലെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് റഷ്യൻ സേന പിൻവാങ്ങുന്നു. പൂർണ്ണ പിന്മാറ്റം ഉണ്ടാകുമെന്നാണ് സൂചന. അതേസമയം തലസ്ഥാനമായ ഡമാസ്കസിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുകയാണ്. സിറിയയിൽ സമാധാനപരമായി അധികാര കൈമാറ്റം സാധ്യമാക്കാൻ മേഖലയിലെ മറ്റു രാജ്യങ്ങളുടെ പിന്തുണ തേടി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. തുർക്കി പ്രസിഡന്റുമായും ഇറാഖ് പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി. പ്രസിഡന്റ് ബാഷർ അസദിനെ പുറത്താക്കിയതിനു ശേഷം തുർക്കിയും അമേരിക്കയും തമ്മിൽ വിശാലമായ കരാർ ഉണ്ടായതായി ബ്ലിങ്കൻ. സിറിയയ്ക്ക് സഹായവുമായി ഉക്രൈൻ. അസദ് ഭരണത്തിന്റെ പതനത്തെ തുടർന്നാണ് ഉക്രൈനിന്റെ തീരുമാനം. സിറിയയിലേക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ കൈവ് തയ്യാറാണെന്ന് ഉക്രൈനിയൻ കൃഷിമന്ത്രി വിറ്റാലി കോവൽ അറിയിച്ചു. സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിലെ തുർക്കി എംബസി വീണ്ടും തുറക്കുമെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാൻ. 2012 ശേഷം ഇതാദ്യമായാണ് തുർക്കി സിറിയയിൽ എംബസി തുറക്കുന്നത്. സിറിയൻ ആഭ്യന്തര യുദ്ധം രൂക്ഷമായതിനെ തുടർന്ന് 2012 ദമാസ്കസിലെ എംബസിയുടെ പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു. ഉക്രൈന്റെ ഊർജ്ജ ശൃംഖലയ്ക്ക് നേരെ ആക്രമണം. മിസൈൽ ആക്രമണം നടത്തി റഷ്യ. ആക്രമണത്തിന് 94 മിസൈലുകളും 200 ഡ്രോണുകളും ഉപയോഗിച്ചു. ഉക്രൈനിൽ നിന്ന് വെടിവെച്ചിടാൻ കഴിഞ്ഞ 81 മിസൈലുകളിൽ 11 എണ്ണം സഖ്യകക്ഷികൾ നൽകിയ F-16 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണെന്ന് സെലൻസ്കി. അമേരിക്കയ്ക്ക് തിരിച്ചടിയുമായി കാനഡ. കാനഡയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് തീരുവ ചുമത്തുമെന്ന നടപടിയുമായി ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോയാൽ ഒട്ടാവയും പ്രവിശ്യകളും ശക്തമായി പ്രതികരിക്കുമെന്ന് ധനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡും പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും 10 പ്രവിശ്യ പ്രീമിയർമാരും നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം. താരിഫുകൾക്ക് പ്രതികാരമായി കാനഡ US-ലെ ഊർജ്ജ വിതരണം വെട്ടിക്കുറച്ചേക്കുമെന്ന് ഒന്റാറിയോ പ്രീമിയർ ഡഗ് ഫോർഡ്. മിഷിഗൺ, ന്യൂയോർക്ക്, മിനസോട്ട എന്നിവിടങ്ങളിലേക്കുള്ള വൈദ്യുതി കയറ്റുമതി നിയന്ത്രിക്കുന്നതിന് പുറമെ കാനഡയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രവിശ്യയിൽ അമേരിക്കൻ നിർമ്മിത മദ്യം നിരോധിക്കുമെന്നും ഫോർഡ്. പ്രസിഡന്റിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് 1500 പേരുടെ ശിക്ഷകൾ ഇളവ് ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. മാപ്പ് നൽകിയ 1500 തടവുകാരിൽ 4 ഇന്ത്യക്കാരും. ഡോക്ടർ മീര സച്ദേവ്, ബാബുഭായ് പട്ടേൽ, കൃഷ്ണമൊട്ടെ, വിക്രം ദത്ത എന്നീ ഇന്ത്യക്കാരാണ് ശിക്ഷാ ഇളവ് ലഭിച്ചത്. ഭരണം അവസാനിക്കാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെയാണ് നടപടി. ഓപ്പൺ AI മുൻ ജീവനക്കാരൻ സുജീർ ബാലാജിയുടേത് ആത്മഹത്യ തന്നെയെന്ന് ഉറപ്പിച്ച US പോലീസ്. ജനറേറ്റീവ് AI കമ്പനികൾ ഗുരുതരമായ പകർപ്പവകാശ ലംഘനം നടത്തുന്നതായി മരിക്കുന്നതിന് തൊട്ടുമുമ്പ് സുജീർ ആരോപിച്ചിരുന്നു. നവംബർ 26-ന് ആണ് സാൻ ഫ്രാൻസിസ്കോയിലെ വീട്ടിൽ മൃതദേഹം കണ്ടെത്തിയത്. ChatGPT വികസിപ്പിക്കുന്നതിൽ സുജീർ നിർണായക പങ്ക് വഹിച്ചു. ഓപ്പൺ AI CEO സാം ഓൾട്ട്മാൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇനോഗ്രേഷൻ ഫണ്ടിലേക്ക് $1 മില്യൺ സംഭാവന നൽകുന്നു. ആമസോണിനും മെറ്റയ്ക്കും പിന്നാലെയാണ് സാം ഓൾട്ട്മാൻ നയിക്കുന്ന ഓപ്പൺ AIയുടെ പ്രഖ്യാപനം. കായിക വാർത്ത. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുഗേഷിന്റെ വിജയത്തിൽ സംശയം പ്രകടിപ്പിച്ച് റഷ്യൻ ചെസ് ഫെഡറേഷൻ. ഡിംഗ്ലിറിന്റെ തോൽവി അന്വേഷിക്കണമെന്ന് റഷ്യൻ ചെസ് ഫെഡറേഷൻ പ്രസിഡന്റ് ആൻഡ്രി ഫിലാറ്റോവ് ആവശ്യപ്പെട്ടു. ഡിംഗ്ലിറിൽ ഗുഗേഷിന് ജയിക്കാനുള്ള അവസരം മനഃപൂർവ്വം ഒരുക്കി കൊടുക്കുകയായിരുന്നു. മുഴുവൻ സംഭവവും രാജ്യാന്തര ചെസ് ഫെഡറേഷൻ അന്വേഷിക്കണമെന്നും ഫിലാറ്റോവ്. നോക്കാം ബിസിനസ് വാർത്ത. തദ്ദേശീയമായി വികസിപ്പിച്ച ഹോം തിയേറ്റർ ടിവികളുടെ പുതിയ ശ്രേണി അവതരിപ്പിച്ച് റിലയൻസ് റീറ്റെയിൽ. ഓഡിയോ ഉപകരണ വിദഗ്ധരായ ഹർമനുമായി സഹകരിച്ചാണ് 6 BPL ഹോം തിയേറ്റർ TV ശ്രേണി പുറത്തിറക്കിയത്. സിനിമാ വാർത്ത.
വരുൺ ധവാൻ നായകനാകുന്ന ബേബി ജോൺ ഈ മാസം 25-ന് തിയേറ്ററുകളിലെത്തും. കീർത്തി സുരേഷ് ബോളിവുഡിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രവും കൂടിയാണ് ബേബി ജോൺ. വിജയ്, സാമന്ത എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആറ്റ്ലി സംവിധാനം ചെയ്ത തെരി എന്ന തമിഴ് ചിത്രത്തിന്റെ റീമേക്കാണ് ബേബി ജോൺ. സോഷ്യൽ മീഡിയയിൽ തരംഗമായി ഉറുമി സിനിമയുടെ റീക്രിയേഷൻ. അഞ്ജലി പാലക്കൽ, സനൽ പി നായർ, ഭവിൻ കെ എന്നിവരാണ് അഭിനേതാക്കൾ. സഫ്വാൻ മുഹമ്മദ് സംവിധാനം ചെയ്ത സോങ് വീഡിയോയുടെ ഛായാഗ്രാഹകൻ വിഷ്ണു MC ആണ്. സഞ്ജുവാണ് എഡിറ്റർ. ഇന്ത്യൻ സിനിമയുടെ ഗ്രേറ്റസ്റ്റ് ഷോമാൻ രാജ് കപൂറിന് ഇന്ന് ജന്മശതാബ്ദി. 10ാം വയസ്സിൽ ക്ലാപ്പ് ബോയായി സിനിമാ ജീവിതം തുടങ്ങി. ആവാര, മേരേ നാം ജോക്കർ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. 71-ൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. 88-ൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും ലഭിച്ചു. ഫാൽക്കെ പുരസ്കാരം സ്വീകരിക്കാനെത്തിയ അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. ഒരു മാസത്തിന് ശേഷം അന്തരിച്ചു. പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം ചിറയിൻകീഴ് സ്വകാര്യ ബസ് കാറിലിടിച്ച ശേഷം വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു തകർത്തു. പാലക്കുന്നിലാണ് അപകടം നടന്നത്. 11 യാത്രക്കാർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ. ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച എറണാകുളം മാർക്കറ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 72 കോടി രൂപ ചെലവിൽ 4 നിലകളിലായാണ് മാർക്കറ്റ്. വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ എറണാകുളം കീരമ്പാറയിൽ ആം ആദ്മിയുടെ പ്രതിഷേധം. KCB ഓഫീസിന് മുന്നിൽ വൈദ്യുതി ബില്ലുകൾ കത്തിച്ചായിരുന്നു പ്രതിഷേധം നടന്നത്. മുൻ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണന്റെ അമ്മ P. സീതാലക്ഷ്മി അന്തരിച്ചു. സംസ്കാരം പട്ടിക്കാട്ടെ തറവാട്ടുവളപ്പിൽ നടന്നു. പരേതനായ പുറയത്ത് ഗോപി മാസ്റ്ററുടെ ഭാര്യയാണ്. സംസ്ഥാനമൊട്ടാകെയുള്ള ആതുര സ്ഥാപനങ്ങളിലെ അർഹരായവർക്ക് വീൽചെയർ എത്തിക്കാൻ നടൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനാണ് നിർധന രോഗികൾക്ക് വീൽചെയറുകൾ എത്തിക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. തിങ്കളാഴ്ച കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഗാന്ധി ഭവനിൽ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തും. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ഈ വർഷത്തെ സാമുവൽ ഡേവിഡ്സ് സ്മാരക പുരസ്കാരം ബിനു തങ്കച്ചന്. 25 വർഷമായി ബിനു മനോരമയുടെ മാവേലിക്കര പ്രാദേശിക ലേഖകനാണ്. ജേർണലിസ്റ്റ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ അവാർഡും പുരസ്കാര തുകയും സമ്മാനിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് അറിയിച്ചു. RDO ഓഫീസ് ഉപരോധമടക്കം 2ാം ഘട്ട സമരത്തിന് ഒരുങ്ങി ഇടുക്കി ചൊക്രമുടി സംരക്ഷണ സമിതി. കയ്യേറ്റം സ്ഥിരീകരിച്ചിട്ടും തുടർ നടപടികൾ വൈകുന്നു. ഉന്നതതല ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്താനുള്ള നീക്കത്തിലും പ്രതിഷേധം. ഇടുക്കി ചൊക്രമുടിയിലെ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച തടയണ മൂടേണ്ടെന്ന് വിവിധ വകുപ്പുകളുടെ നിർദ്ദേശം. മഴക്കാലത്ത് മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതിനാലാണ് ഈ തീരുമാനം. മലയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് തടയണ ഭീഷണിയാണെന്ന് IG K. സേതുരാമന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തിയിരുന്നു. ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലി വിലക്ക് റോഡ് നിർമ്മാണം ഇഴയുന്നു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധത്തിന് ഒരുങ്ങി കോൺഗ്രസ്. കുഞ്ചിത്തണ്ണി ആസ്ഥാനമായ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് റോഡിന്റെ നിർമ്മാണ കരാർ. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറി നടത്തിപ്പിലെ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടാൻ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ തീരുമാനം. 2003 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചപ്പോൾ 5 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. പണം തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ നിയമ നടപടിയെടുക്കുമെന്നും ആശുപത്രി അധികൃതർ. വൈത്തിരി വെങ്ങക്കോട് പുലി ഇറങ്ങി. വെങ്ങക്കോട് സുനിലിന്റെ വീട്ടുമുറ്റത്താണ് പുലി എത്തിയത്. വനം വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആഫ്രിക്കൻ ഒച്ചുശല്യത്തിന് പ്രതിരോധ നടപടികളുമായി പാലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്ത് 3.5 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പഞ്ചായത്തിലെ 4, 6, 10, 11, 20 വാർഡുകളാണ് ഒച്ചുശല്യത്തിൽ വലയുന്നത്. ഇടുക്കി കല്ലാറിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സുരക്ഷ ആവശ്യപ്പെട്ട് വനം വകുപ്പിന്റെ കത്ത്. സൗരോർജ്ജ വേലിയും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കണമെന്നാണ് നിർദ്ദേശം. കാട്ടാന സാന്നിധ്യം പതിവായതോടെയാണ് നടപടി. ഇടുക്കി പൂപ്പാറയിൽ വിനോദസഞ്ചാരികളുടെ വാഹനം അപകടത്തിൽപ്പെട്ടു. മഹാരാഷ്ട്ര സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം നടന്നത്. യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു.
കണ്ണൂർ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനങ്ങളിൽ പുരാവസ്തു വകുപ്പ് ഇടപെടണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം നാട്ടുകാർ. വകുപ്പിന്റെയോ വിദഗ്ധരുടെയോ അഭിപ്രായം തേടാതെയുള്ള നവീകരണം ക്ഷേത്രത്തിന്റെ പൗരാണികതയെ ബാധിക്കുമെന്ന് പരാതി. പഴശ്ശിരാജാവ് ആരാധിച്ചിരുന്ന ഈ ക്ഷേത്രത്തിന് 1200 വർഷമെങ്കിലും പഴക്കമുണ്ടെന്ന് ആണ് കരുതുന്നത്. യുവാക്കളുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങി അനധികൃതമായി ലക്ഷങ്ങളുടെ പണമിടപാട് നടത്തിയ കേസിൽ 3 പേർ അറസ്റ്റിൽ. തൃശൂർ കയ്പമംഗലം കാക്കാത്തിരുത്തി സ്വദേശി താജുദ്ദീൻ, കയ്പമംഗലം സ്വദേശി റമീസ്, ചെളിങ്ങാട് സ്വദേശി അബ്ദുൾ മാലിക് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനമൊട്ടാകെയുള്ള ആതുര സ്ഥാപനങ്ങളിലെ അർഹരായവർക്ക് വീൽചെയർ എത്തിക്കാൻ നടൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനാണ് നിർധന രോഗികൾക്ക് വീൽചെയറുകൾ എത്തിക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. തിങ്കളാഴ്ച കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഗാന്ധി ഭവനിൽ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തും. ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.